സംസ്ഥാന സർക്കാരിനെതിരെ നിലപാട് സ്വീകരിച്ച കേരള സാഹിത്യ അക്കാദമി അധ്യക്ഷൻ കെ സച്ചിദാനന്ദനെതിരെ നടപടിയെടുക്കാത്തതിൽ വിമർശനവുമായി ചലച്ചിത്ര അക്കാദമിയുടെ മുൻ ചെയർമാൻ പ്രേംകുമാർ രംഗത്ത് വന്നു. ഇരട്ട നീതിയുടെ നേർക്കാഴ്ച എന്നാണ് ഫേസ്ബുക്കിൽ അദ്ദേഹം വിമർശിച്ചിരിക്കുന്നത്. ആശാ വർക്കേഴ്സിനെ അനുകൂലിച്ചതിനാണ് തന്നെ പുറത്താക്കിയതെന്നും പ്രേംകുമാർ ആരോപിച്ചു. തിരുവനന്തപുരത്ത് ജിബിൻ ജെബി വിവരങ്ങളുമായി ചേരുന്നു. പറയൂ ജിബിൻ. ഗുഡ് മോർണിംഗ് എസ് കെ. കാരണം ഈ പ്രേംകുമാർ ഇത് ആദ്യമായിട്ടല്ല. അദ്ദേഹം ഇപ്പോൾ ഔദ്യോഗികമായ ഒരു FB പോസ്റ്റിലൂടെ ഇത്തരത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ തന്നെ പുറത്താക്കിയതിൽ ഒരു വിമർശനം ഉന്നയിക്കുന്ന ആദ്യമായിട്ടാണ്. പക്ഷേ പല സന്ദർഭങ്ങളിലും പ്രേംകുമാറുമായി നമ്മൾ സംസാരിക്കുമ്പോൾ അദ്ദേഹത്തെ പുറത്താക്കിയതിൽ ഒരു നീരസം പലതവണയും പ്രകടിപ്പിച്ചിരുന്നു. കാരണം അദ്ദേഹം പറയുന്നത് ഈ കഴിഞ്ഞ ദിവസം FBയിൽ പറയുന്നത് പോലെ തന്നെ ഒരു ഇരട്ട നീതിയുടെ നേർക്കാഴ്ചയാണ് തന്റെ കാര്യത്തിൽ ഉണ്ടായിരിക്കുന്നതെന്നാണ്. മുൻപും പലരും ഇതുപോലെ സംസ്ഥാന സർക്കാരിനെ ഓരോ വകുപ്പിനെ ഒക്കെ കുറ്റപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞിരുന്നു, അധികാര സ്ഥാനത്തിരുന്നുകൊണ്ട് തന്നെ. പക്ഷേ അവർക്ക് ആർക്കെതിരെയും തന്നെ ഈ അധികാര സ്ഥാനത്ത് തുടരുന്ന സമയത്ത് നടപടി എടുത്തിട്ടില്ല. പക്ഷെ തന്റെ കാര്യത്തിൽ മാത്രമാണ്. കാരണം താൻ തന്റെ സഹോദരങ്ങൾക്കായി, അമ്മമാർക്കായി, ആശാ വർക്കർമാർക്ക് സ്വാഭാവികമായി ലഭിക്കേണ്ട നീതി ഉറപ്പാക്കുന്നതിന് വേണ്ടി മാത്രമാണ് സംസാരിച്ചത്. അതുകൊണ്ടാണ് തന്നെ പുറത്താക്കിയതെന്ന മാധ്യമ വാർത്തകളിൽ കൂടിയാണ് താൻ അറിഞ്ഞത്. പക്ഷേ തന്നെ ഔദ്യോഗികമായി പുറത്താക്കി എന്ന് പറഞ്ഞുകൊണ്ട് സർക്കാരിന്റെ ഭാഗത്തു നിന്നോ അല്ലെങ്കിൽ വകുപ്പിന്റെ ഭാഗത്തു നിന്നോ തന്നെ യാതൊരുവിധ ഔദ്യോഗിക അറിയിപ്പും ഇതുവരെ ലഭിച്ചിട്ടില്ല എന്നും കൂടി പ്രേംകുമാർ പറയുന്നു. താൻ കൃത്യമായും സത്യസന്ധമായും ആത്മാർത്ഥതയോടും കൂടി മാത്രമാണ് തനിക്ക് ഏൽപ്പിച്ചിരുന്ന ഉത്തരവാദിത്വം അദ്ദേഹം ചെയ്തിട്ടുള്ളത്. അതുകൊണ്ട് ഇത്രയും ആത്മാർത്ഥത കാണിച്ചത് കൊണ്ടാണോ സംസ്ഥാന സർക്കാരിന്റെ വകുപ്പിന്റെ ഭാഗത്തുനിന്ന് തനിക്കെതിരെ ഇങ്ങനെ ഒരു നടപടി ഉണ്ടായതെന്ന് കൂടി ചോദിക്കുന്നു. അതുമാത്രമല്ല കെ സച്ചിദാനന്ദൻ ഒരു തവണയല്ല സംസ്ഥാന സർക്കാരിനെതിരെ വീണ്ടും ഇത്തരത്തിൽ അദ്ദേഹം വിമർശിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ പ്രതികരണങ്ങൾ പലതവണ നമ്മൾ വീണ്ടും എടുക്കാൻ ശ്രമിക്കുമ്പോഴും അദ്ദേഹം വീണ്ടും സംസ്ഥാന സർക്കാരിനെതിരെയുള്ള നടപടികൾ സ്വീകരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ പലതവണ സംസ്ഥാന സർക്കാരിനെതിരെ ആരോപണങ്ങൾ ഉന്നയിച്ച അല്ലെങ്കിൽ സർക്കാരിനെ വിമർശിച്ച ഒരാളെ പുറത്താക്കാതെ ഇപ്പോഴും സാഹിത്യ അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് ഇരുത്തിയിരിക്കുമ്പോൾ എന്തുകൊണ്ടാണ് തന്നെ ചലച്ചിത്ര അക്കാദമി ചെയർമാൻ സ്ഥാനത്ത് നിന്ന് മാറ്റിയതെന്നാണ് പ്രേംകുമാർ ചോദിക്കുന്നത്. കാരണം IFFKയുമായി ബന്ധപ്പെട്ട ഒരുക്കങ്ങൾ നടക്കുന്ന സമയത്താണ് യാതൊരുവിധ മുന്നറിയിപ്പുമില്ലാതെ തന്നെ പുറത്താക്കിയത്. പക്ഷേ ആ സമയത്ത് പോലും വകുപ്പ് മന്ത്രി സജി ചെറിയാൻ തന്നെ ആവോളം പ്രശംസിക്കുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. പക്ഷേ എന്തുകൊണ്ട് ഞാൻ ചെയ്യുന്ന ജോലിയിൽ ഇത്രയും എന്നെ പ്രശംസിച്ച ഒരു വകുപ്പ് മന്ത്രി തന്നെ രംഗത്ത് വന്ന സ്ഥിതിക്ക് എന്നെ എന്തുകൊണ്ടാണ് പുറത്താക്കിയതെന്നുള്ള കുറച്ച് ചോദ്യങ്ങൾ കൂടിയാണ് പ്രേംകുമാർ ഈ FB പോസ്റ്റിൽ കൂടി ചോദിച്ചു നോക്കിയത്. എന്തായാലും ഇപ്പോൾ അദ്ദേഹം നേരിട്ടൊരു പ്രതികരണത്തിന് തയ്യാറായിട്ടില്ല. ഇന്ന് ഉച്ചയോടുകൂടി തന്നെ മാധ്യമങ്ങൾക്ക് മുന്നിൽ വന്ന് ഇക്കാര്യങ്ങൾ വ്യക്തമാക്കുമെന്നാണ് പ്രേംകുമാർ ഔദ്യോഗികമായി ഇപ്പോൾ അറിയിച്ചിട്ടുള്ളത്. SKN. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.